ആയില്ലേ, നമുക്ക് മത്തങ്ങ ശരി വെച്ചാലോ? വാ. ഇന്നലെ പൊട്ടിച്ച മത്തങ്ങയാണ് കേട്ടാ. അത്യാവശ്യം വലിപ്പമുണ്ട്, അത്യാവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്ക് മുറിക്കുമ്പോൾ അറിയാം, തൊണ്ടൊക്കെ അത്യാവശ്യം കട്ടി വന്നിട്ടുണ്ട്. മത്തങ്ങ മാത്രം മുറിച്ചെടുക്കുക, കൈ മുറിക്കാണ്ട് നോക്കണം കേട്ടാ. ഇതാ നല്ല മഞ്ഞ നിറമായിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടാ. പകുതി എടുക്കണുള്ളൂ, അത്രയ്ക്കും കറി വയ്ക്കണല്ലേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇത് ചെത്തി കഷ്ണങ്ങളാക്കിയാലോ. ഇതാ കഷ്ണങ്ങളൊക്കെ ആക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഓവർ വലിപ്പമൊന്നും വേണ്ട കഷ്ണങ്ങൾ, എന്നാൽ തീരെ പൊടിയായിട്ടും പാടില്ല. ഈ ഒരു പാകത്തിന് നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ വേണം. നമുക്ക് പെട്ടെന്ന് ചിരണ്ടി എടുത്തിട്ട് വരാം കേട്ടോ. ചിരണ്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മത്തങ്ങ പിന്നെ ഒരു മുറി തേങ്ങ ഞാൻ 2 പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് അരപ്പൊഴിക്കാനുണ്ട്, ഒരെണ്ണം നമുക്ക് വറവിടാനുണ്ട് കേട്ടോ. അത് വറുത്ത് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ തലേദിവസം കുതിർക്കാനായിട്ടിരുന്ന പയറാണത്. ഇത് പയർ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പയറാണ്, നല്ല ടേസ്റ്റുള്ള പയറാണ് കേട്ടോ. ഇത് ഞാൻ നോക്കി വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ ചില പയറുകൾക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവാറില്ല. അപ്പം ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വറവിടാനായിട്ട് നമുക്ക് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഉള്ളി, കറിവേപ്പില. പിന്നെ അരപ്പിലേക്ക് വേണ്ട ജീരകം എടുത്തിട്ടുണ്ട്, ഒരു ശർക്കര, ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കടുകും കൂടി വേണം. ഞാൻ കടുക് എടുത്ത് വെച്ചിട്ടില്ല, അത് ആ നേരമാകുമ്പോൾ എടുത്താൽ പോരെ. അപ്പോൾ കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് പയർ നമുക്ക് അതിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കണം കേട്ടോ. അധികം വെള്ളമൊന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് വേവാവുന്നതേ ഉള്ളൂ. പയർ കുതിർന്നതാണല്ലോ. അപ്പോൾ 2 വിസിലടിച്ച് കഴിയുമ്പോൾ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ആ ആവിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ നമുക്ക് പെട്ടെന്ന് അരപ്പ് അരച്ചെടുക്കാം അല്ലേ. തേങ്ങ, ഒരു പാത്രത്തിൽ തേങ്ങ എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കണുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണേക്കാളും കുറച്ചും കൂടി കൂടുതൽ മുളക് പൊടി ചേർക്കണുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കത്. അപ്പോഴേക്ക് നമ്മുടെ മത്തങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് പയറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. അത്യാവശ്യം മത്തങ്ങ വെന്തും കിട്ടിയിട്ടുണ്ട്, പയറും വെന്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഞാൻ നമ്മുടെ ശർക്കര മാറ്റി വെച്ചിട്ടുണ്ടായില്ല, ആ ശർക്കരയുടെ ഒരു പകുതി ശർക്കര എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഉരുക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ശർക്കര മുഴുവൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് മധുരം വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് പകുതി എടുത്തിട്ടുള്ളൂ. ഞാനേ മത്തങ്ങ വേവിക്കുന്നത് കാണിച്ചില്ല അല്ലേ. പിന്നെ നമുക്കിതിലേക്ക് വറവിടാനുള്ള തേങ്ങ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായല്ലോ, അതും കൂടി വറുത്തെടുക്കണം. അതായത് ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് തേങ്ങയും കൂടി വറുത്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഉള്ളി ഇതൊക്കെ താളിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ എരിശ്ശേരിയൊക്കെ, മത്തങ്ങ എരിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെയാണ് വെക്കാറ് വീട്ടിൽ. ഇനി ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യസ്ത രീതികളിലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്ക്, നല്ല രസമുള്ളതാണ് കേട്ടോ. പിന്നെ മത്തങ്ങ വേവിക്കാൻ വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു പാത്രത്തിൽ മത്തങ്ങ ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് ഞാൻ വേവിച്ചെടുത്താണ് കേട്ടോ. മോളാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് എൻ്റെ ഇന്ന് മിസ്സായി പോയത്, അല്ലെങ്കിൽ ഞാൻ അതും കൂടി കാണിച്ചേനെ. അപ്പോൾ കറിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലേക്കും, പിന്നെ നമ്മൾ പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല. നമുക്ക് കുറച്ച് ചോറെടുത്ത് കഴിച്ചു നോക്കാം അല്ലേ. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ കറി വെച്ചത്? എനിക്കറിയാം, എന്നാലും ഒന്ന് കഴിച്ചു നോക്കാമല്ലേ. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, എലിശ്ശേരി എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ കറി വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ വെച്ച് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും, അതുപോലെ ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.